വൈകാറ്റി വൈറസ് ഒന്നുമില്ല. വെഞ്ഞാറമ്പൂർ കുറെ കോമഡിയിലേക്ക് വരുവാണ്, കുഞ്ചാപൂർ റൊമാൻസിലേക്ക് വരുവാണ്. അത് മൊത്തത്തിൽ ആവറേജാണ് കണ്ടിരിക്കാം. കണ്ടു രസമുണ്ട്. ചാക്കോച്ചൻ സുരാജേട്ടൻ നല്ല രസമുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു എന്റർടൈനർ ആണ്. സിനിമാസിന്റെ കുറെ നാൾക്ക് ശേഷം ഒരു പടം വരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും കണ്ടു. രസമുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. നല്ല ത്രൂ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അന്ന് സിമ്പിൾ ആയിട്ടൊരു സബ്ജക്റ്റ് ആണ്. വളരെ രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കോമഡി ഉണ്ട്. സുരാജേട്ടന് കുറച്ചും കൂടി സ്പേസ് വേണമെന്ന് തോന്നിയായിരുന്നു. രസമുണ്ട്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടാണ് സുരാജേട്ടൻ കുറച്ചുകൂടി ആ ഒരു കോമഡി സംഭവത്തിലേക്ക് വരുന്നത്. രസകരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്താ പറയാനുള്ളത്? ഞാൻ ആ ഒരു സീനിലുണ്ട്. കാസ്റ്റിംഗ് ഡയറക്ടർ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ വിളിച്ചോണ്ട് പോയിട്ട് ഞാൻ ഒരു സീനാണില്ല. റോളാണോ? ക്യാമിയോ റോളാണോ? ഒരു സീനുള്ളൂ. പക്ഷെ പടം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇങ്ങനൊരു സിനിമ കുറേ കാലമായി വന്നിട്ടും അപ്പോൾ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പടമാണ്. അങ്ങനെ കുറേ ഒന്നും ചിന്തിക്കാണ്ട് നമുക്ക് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് പോയി കണ്ട് ചില്ലാവാൻ പറ്റുന്ന ഒരു കോമഡി പടം. അത്രേ ഉള്ളൂ. ചാക്കോച്ചൻ്റെ കൂടെയുള്ള അഭിനയ മുഹൂർത്തങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. രാജേഷ് മാധവനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഒരു സീൻ ഉണ്ടായിരുന്നത്. അപ്പോൾ പടം എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ പടം ഈ ജോണറും കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ ലൈറ്റ് ഹാർട്ടഡ് എൻ്റർടൈനേഴ്സ് വന്നാൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരുപാട് നല്ലതായിരിക്കും. ആദ്യത്തെ അഭിനയ മുഹൂർത്തം എങ്ങനെ ഉണ്ടായിരുന്നു?